ഇത് 2014 മോഡൽ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയർ ആണ് വരുന്നത്. ഇത് 2017 മോഡൽ ഹ്യുണ്ടായി കമ്പനിയുടെ ഇയോൺ ആണ്. ഇത് 2021 മോഡൽ എസ്പ്രസോ VXC ആണ് വേരിയന്റ്. ഇത് 2014 മോഡൽ ഹ്യുണ്ടായി കമ്പനിയുടെ i20 ആണ്. ഇത് 2014 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ആണ്. ഇത് 2015 മോഡൽ ടാറ്റ കമ്പനിയുടെ നാനോ ആണ്. ഇത് 2020 മോഡൽ മാരുതി സുസുക്കിയുടെ വാഗനർ ആണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി വാഹനങ്ങൾ വിൽക്കുന്നത് നമ്മുടെ പോപ്പുലർ വെഹിക്കിൾസിന്റെ പ്രിയോനോട് യൂസർ ഷോറൂമിലാണ്. ജൂലൈ മാസം നല്ല കിടിലൻ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു മാസം സ്റ്റോക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് യൂസ്ഡ് കാറുകൾ കാണാൻ പറ്റുന്ന ഒരു കിടിലൻ ചാനലാണ്. വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂസ്ഡ് കാറുകൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോസ് കാണുന്നതുകൊണ്ട് ഉപകാരം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഈ ഷോറൂമിൻ്റെ ഈ ഒരു ജൂലൈ മാസത്തെ മുഴുവൻ സ്റ്റോക്ക് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. വീക്ഷമായി ലൈക്ക് ഷെയർ ചെയ്യുക. വീഡിയോസ് കണ്ടിട്ട് കാറുകളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണാൻ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഒരുപാട് നല്ല വാഹനങ്ങൾ, അതും ചെറുവാഹനങ്ങളാണ് ഈ ഒരു മാസം ഈ ഒരു ഷോറൂമിൽ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. 1 ലക്ഷം രൂപ മുതലാണ് പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാക്സിമം ലോൺ സൗകര്യമുണ്ട്, നമുക്ക് വാഹനങ്ങൾ മാറ്റിയെടുക്കാനുള്ള സൗകര്യമുണ്ട്. ഒരുപാട് ബ്രാൻഡുകളുടെ വാഹനങ്ങൾ, അതും ചെറുവാഹനങ്ങൾ, ഓട്ടോമാറ്റിക്കും മാനുവൽ ഡീസലും ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക. ഇത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയർ ആണ്. LXC ആണ് വേരിയന്റ്. 2014 മോഡൽ. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 78,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് 3,60,000 രൂപയാണ്. ഇതിന് നമുക്ക് ലോണും ചെയ്യാൻ പറ്റും. നിങ്ങളൊരു 7 സീറ്റർ വാഹനം നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് മാരുതി സുസുക്കിയുടെ എർട്ടിഗ 2018 മോഡൽ ZXi ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ മാനുവലാണ്. ZXi എന്ന് പറയുന്ന വേരിയന്റിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, അലോയ് വീൽ, ഫോഗ് ലാംപ്സ്, മിറർ, ഇൻഡിക്കേറ്റർ, ബാക്ക് വൈപ്പർ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സ്, കണ്ടീഷൻ, ടയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പേപ്പേഴ്സ് എല്ലാം ഈ ഒരു വാഹനത്തിന്റെ ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 7,40,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ഒരു വാഹനത്തിന് 1 വർഷത്തെ വാറണ്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസം മാറ്റി എടുക്കാനും സാധിക്കും. ചെറിയൊരു എമൗണ്ടിന് നല്ലൊരു വാഹനം, കുറച്ച് വലിപ്പം കൂടിയ വാഹനമൊക്കെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ളൊരു വാഹനമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നത്. ഇത് മഹേന്ദ്ര കമ്പനിയുടെ KUV എന്ന് പറയുന്ന വാഹനമാണ്. K8 ആണ് വേരിയന്റ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ്, ABS എയർബാഗ് കാണൊക്കെ വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ആയിട്ട്. ചോദിക്കുന്ന പ്രൈസ് 2,25,000 രൂപ. മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ മാസം ചെറിയൊരു EMI മാത്രമേ ഇത് നമുക്ക് വരുന്നുള്ളൂ. ഇത് 2023 മോഡൽ മാരുതി സുസുക്കിയുടെ വാഗനർ ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. ZXi എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 1.2 പെട്രോൾ മാനുവൽ ആണ് വരുന്നത്. 75,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ZXi എന്ന് പറയുന്ന വേരിയന്റിൽ അത്യാവശ്യം ഫീച്ചേഴ്സും കാണൊക്കെ വരുന്നുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 5,85,000 രൂപയാണ്. പോരാത്തതിന് 1 വർഷത്തെ വാറണ്ടിയും 3 ഫ്രീ സർവീസും ഈ ഒരു വാഹനത്തിന് നൽകുന്നുണ്ട്. അതും ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിൽ നമുക്ക് കിട്ടും. ഇത് 2014 മോഡൽ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയർ ആണ് വരുന്നത്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 69,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. VXC വേരിയന്റ് മിഡിൽ ഓപ്ഷനാണ്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഇതിൽ 4 ഡോർ പവർ വിൻഡോസ്, അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക്, നല്ല ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സ്, മിറർ, ഇൻഡിക്കേറ്റർ, ഫോഗ് ലാംപ്സ് കാണൊക്കെ വരുന്നുണ്ട്. ടയറും കാണൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 3,85,000 രൂപയാണ്. നമുക്ക് ലോണും ചെയ്യാൻ പറ്റും. ചെറിയൊരു എമൗണ്ടിൽ ഒരു യൂസ്ഡ് കാർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വാഹനം പരിചയപ്പെടുത്തി തരാം. ഇത് 2017 മോഡലിലെ ഹ്യുണ്ടായി കമ്പനിയുടെ ഇയോൺ ആണ്. എറ പ്ലസ് ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ കാണൊക്കെ വരുന്നുണ്ട്. ടയറും കാണൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് വെറും 2,50,000 രൂപ. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 2 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. മാസം ചെറിയൊരു EMI കാര്യങ്ങളൊക്കെ വരുള്ളൂ. ചെറിയൊരു വാഹനം നോക്കുന്നവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമാണ് ഇപ്പോൾ മാരുതിയുടെ എക്സ്പ്രസ് എന്ന് പറയുന്ന വാഹനം. അതും അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള കളറിൽ നല്ലൊരു വാഹനം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് 2021 മോഡൽ എസ്പ്രസോ VXC ആണ് വേരിയന്റ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. പെട്രോൾ മാനുവൽ ആണ് വരുന്നത്. ഇതിൽ 2 ഡോർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, അതുപോലെ തന്നെ ABS എയർബാഗ്, പാർക്കിംഗ് സെൻസർ, നല്ല ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സ്, കണ്ടീഷൻ ടയേഴ്സും കാണൊക്കെ വരുന്നുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി വെഹിക്കിളാണ്. 56,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേരിലും ഇത് ട്രൂ വാല്യൂ സർട്ടിഫൈഡ് ആയതുകൊണ്ടും 6 മാസത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉണ്ട്. അത് ഓൾ ഇന്ത്യ മാരുതിയുടെ ഏത് സർവീസ് സെന്ററിൽ നമുക്ക് പോവുകയും ചെയ്യാം. മാക്സിമം ലോൺ സൗകര്യം ഉണ്ട്. ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. ഈ വാഹനത്തിനോട് ചോദിക്കുന്ന പ്രൈസ് 3,80,000 രൂപ. മാക്സിമം ലോൺ സൗകര്യം ഉണ്ട്. ഇത് 2014 മോഡൽ ഹ്യുണ്ടായി കമ്പനിയുടെ i20 ആണ്. മാഗ്നയാണ് വേരിയന്റ്. മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. 3rd ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. പെട്രോൾ ആണ്. 79,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്.
അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം മാഗ്നയിൽ വരുന്നുണ്ട്, മിഡിൽ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ. പിന്നെ നല്ല കണ്ടീഷൻ ടയേഴ്സ് ആണ്, വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 3,70,000 രൂപയാണ്. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ്. ഇത് 2014 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ആണ്. LX ആണ് വേരിയന്റ്. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 63,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ചെറുവാഹനം നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ 6 മാസത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസ് ഈ ഒരു വാഹനത്തിൽ നൽകുന്നുണ്ട്. ചോദിക്കുന്ന പ്രൈസ് 3,20,000 രൂപയാണ്. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഒരു 30,000-40,000 റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ലോൺ ചെയ്ത് പോകാം. ഇത് 2015 മോഡലിൽ ടാറ്റ കമ്പനിയുടെ നാനോ ആണ്. ടിസ്റ്റ് XT ആണ് വേരിയന്റ് വരുന്നത്. അതായത് ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റും. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 1,05,000 രൂപയാണ്. ഇത് 2020 മോഡൽ മാരുതി സുസുക്കിയുടെ വാഗനർ ആണ്. VXA ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. പെട്രോൾ എഞ്ചിനാണ്. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 47,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിൽ 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, സെൻട്രൽ ലോക്ക് ഞങ്ങൾക്ക് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ 6 മാസത്തെ വാറണ്ടി ഉണ്ട്, പ്ലസ് 3 ഫ്രീ സർവീസ് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 5,35,000 രൂപയാണ്. ഒരു 40,000 രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. ഇത് 2014 മോഡലും 15 രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള മാരുതി സുസുക്കിയുടെ സെലേറിയാണ്. VXA ആണ് വേരിയന്റ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 88,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ്, കണ്ടീഷൻ ടയേഴ്സും കാണൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് വരുന്ന വേരിയന്റ് ആണ്. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 3,40,000 രൂപയാണ്. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം ലോൺ സൗകര്യം കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. ഇത് 2015 മോഡലിലെ ഹ്യുണ്ടായി കമ്പനിയുടെ ഗ്രാൻഡ് ഐട്ടൺ എന്ന വാഹനമാണ്. മാഗ്നയാണ് വേരിയന്റ്. ഡീസൽ എഞ്ചിനാണ്. 1,44,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 2,50,000 രൂപയാണ്. നിങ്ങളൊരു SUV സെഗ്മെന്റ് വാഹനമാണ് നോക്കുന്നെങ്കിൽ, അതും ഡീസൽ വാഹനമാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വാഹനം പരിചയപ്പെടുത്തി തരാം. ഇത് 2016 മോഡൽ മാരുതി സുസുക്കിയുടെ ബ്രസയാണ്. VDI ഓപ്ഷനിലാണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ VDI ഓപ്ഷനിൽ എന്ന് പറയുന്ന വേരിയന്റിൽ 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, സെൻട്രൽ ലോക്ക് ഞങ്ങൾക്ക് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 6,90,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ ഇതിലും മാറ്റം ഉണ്ടാവും. മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഇത് 2021 മോഡൽ മാരുതി സുസുക്കിയുടെ വാഗനർ ആണ്. ZXA ആണ് വേരിയന്റ്. 1.2 പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. 70,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ZXA വേരിയന്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ABS, എയർ ബാഗ്, സെൻട്രൽ ലോക്ക്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ, നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, കണ്ടീഷൻ ടയേഴ്സും കാണൊക്കെ വരുന്നുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ 1 വർഷത്തെ വാറണ്ടിയും പ്ലസ് 3 ഫ്രീ സർവീസ് നൽകുന്നുണ്ട്. അതും ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ചോദിക്കുന്ന പ്രൈസ് 5,85,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ രീതിയിൽ മാറ്റം കാണാൻ കച്ചവടം ഉണ്ടാവും. പിന്നെ മാക്സിമം ലോൺ സൗകര്യം ചെയ്യാൻ പറ്റും. 2019 മോഡൽ മാരുതി സുസുക്കിയുടെ വാഗനർ ആണ്. VXA ആണ് വേരിയന്റ് വരുന്നത്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 25,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാണൊക്കെ ഉണ്ട്. ഇതിൽ 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, സെൻട്രൽ ലോക്ക് കാണൊക്കെ വരുന്നുണ്ട്. ടയറും കാണൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് ഇല്ലാത്തതിന്റെ പേരിൽ ഇതിന് 1 വർഷത്തെ വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇതിന് ചോദിക്കുന്ന പ്രൈസ് ആവട്ടെ 5,05,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം ഉണ്ടാവും. മാക്സിമം നമുക്ക് ലോൺ സൗകര്യമുണ്ട്. ചെറിയൊരു വിലയിൽ ഒരു ഡീസൽ വാഹനം നോക്കുകയാണെങ്കിൽ ടാറ്റയുടെ ഒരു വാഹനം പരിചയപ്പെടുത്തി തരാം. ഇത് 2013 മോഡലിൽ ടാറ്റ കമ്പനിയുടെ ഇൻഡിക വിസ്ത ക്വാഡ്രജെറ്റ് ഡീസൽ എഞ്ചിനാണ് വരുന്നത്. നിലവിൽ 4ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 1,90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വണ്ടിയാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 1,26,000 രൂപയാണ്. ചെറിയൊരു വിലയിൽ നല്ലൊരു കണ്ടീഷൻ ഡീസൽ വാഹനമാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തുകൊണ്ട് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പാലക്കാട് കോഴിക്കോട് ബൈപ്പാസ് മണലി എന്ന് പറയുന്ന സ്ഥലത്താണ് ലൊക്കേഷൻ വരുന്നത്. ട്രിനിറ്റി ഐ ഹോസ്പിറ്റലിനോട് ചേർന്നിട്ടാണ് ഷോറൂം ഉള്ളത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തോ. ഇതുപോലുള്ള വീഡിയോസ് ആണ് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു മടി വിചാരിക്കേണ്ട, പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ.